ഹായ് ഹലോ. ഇന്നൊരു ലഞ്ച് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലഞ്ചിന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൂച്ച വന്നിരുന്ന് നല്ല കരച്ചിൽ. എങ്കിൽ അവനൊരു പീസ് ഇട്ട് കൊടുത്തു. അവൻ ഹാപ്പിയായി. അവൻ ആ കഷ്ണം കൊണ്ട് പോയി കഴിച്ചു. പിന്നെ നമുക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം നന്നായിട്ട് ക്ലീനാക്കി എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴറ്റിയൊന്നും എടുക്കണ്ട, കാരണം ഇറച്ചിച്ചോറിലേക്ക് ഒത്തിരി വഴറ്റിയെടുക്കേണ്ട ആവശ്യം ഇല്ല. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിടണം, കാരണം അതിലേക്ക് ചിക്കനൊക്കെ ചേർക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല എല്ലാം ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ക്ലീനാക്കി വച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് വേവണം. എന്നിട്ട് എല്ലാം ഒന്നുകൂടെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീനാക്കി വച്ചിരുന്ന അരി അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിലേക്ക് ആവശ്യമായ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഉപ്പ് നോക്കണം, കാരണം നമ്മൾ ചിക്കൻ ആവശ്യമായ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി റൈസിനും കൂടിയുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നാരങ്ങ നീരും പിന്നെ കുറച്ച് മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വേവിക്കുക. അത് ചെറുതീയിലിട്ട് വെന്തത് നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഇറച്ചിച്ചോറ് ആയി. പിന്നെ നിങ്ങളൊക്കെ ഇന്നത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ഞങ്ങളപ്പോൾ ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ ലഞ്ചിന് പ്രത്യേകിച്ച് ഇന്ന് വേറെ ഒന്നുമില്ല. ഇച്ചിരി സലാഡ് ഉണ്ടാക്കി, പപ്പടമൊന്നും ഇല്ലായിരുന്നു, ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി ഇറച്ചിച്ചോറായിരുന്നു, നല്ല ആവി വറക്കണ ഇറച്ചിച്ചോറ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. ബൈ ബൈ.